റുഹ്തു എന്ന് വെച്ചാല് റൊഹ്ത എന്ന് പറഞ്ഞാൽ നീ പോയി. അത് താത്തു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നീ ചെയ്ത കാര്യം, ഓക്കെ. ഒന്ന് ഞാൻ ചെയ്ത കാര്യം. താ എന്ന് പറഞ്ഞാൽ നീ ചെയ്ത കാര്യമായിരിക്കും. തൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യമായിരിക്കും. റഹ്ത ഇലൽ മക്തബ്, നീ ഓഫീസിലേക്ക്. അങ്ങനെയാണല്ലേ? അതെ. അയ്യോ അപ്പൊ ഞാൻ 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 നേരെ ഓപ്പോസിറ്റാ ഉദ്ദേശിച്ചേ. ആ റഹ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. റഹ്ത്ത് ഇലൽ മക്തബ്, ഞാൻ ഓഫീസിലേക്ക് പോയി. ആ അനഷിൽ ജവാലക്, ഞാൻ എന്റെ മൊബൈൽ എടുത്തു. ഞാൻ ഉദാഹരണത്തിന് ആ താത്തു ടെക്നിക്ക് ഒന്നുകൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ അപ്പൊ ഇന്നാരും ഇല്ല, വേറെ അവര് ഇല്ലേ? ഇന്ന് എന്തെന്നറിയില്ല, ആ ആ ആ ഒക്കെ പ്രവാസികളാവുമ്പേ ചില ആൾക്കാർ അതാണ്, ഇതിനാണ് ഈ വീഡിയോ അതാണ്. റെക്കോർഡ് ചെയ്യുന്നത്. ചിലർ ഫ്രീ ഉള്ള അതെ എന്തായിരിക്കും അതെ 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 അതെ. പിന്നീട് ഒഴിവുള്ള സമയത്ത്. ഞാൻ എന്റെ എക്സാമിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എക്സാം ആണ്. ഇനി ഒരു 4 ദിവസത്തേക്ക് കുറെ എക്സാമ്പിൾ ഉണ്ട്, ഓൺലൈനും പ്രസന്റേഷനും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ തിരക്കായിരുന്നു, അതൊക്കെ കയറാൻ ഓക്കെ, പറ്റില്ല. എന്നാ നമ്മൾ പെട്ടെന്ന് ഇത് പറഞ്ഞിട്ട് തരാം. കാരണം എന്താ വെച്ചാല് ഓക്കെ. മെയിൻ ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങള് ഇതെന്ന് ഒരു കണ്ടിന്യൂസ് ഉണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും അർജന്റ് ആയിട്ട് വേറെ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോവാം. കാരണം ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. നിങ്ങൾക്ക് എന്താ മിസ് ആവില്ല, ക്ലാസ് ഒന്നും മിസ് ആവില്ല, നഷ്ടപ്പെട്ടില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം ഈ ഈ 10 വേർബ് നിങ്ങൾ കാണാൻ പഠിച്ചോ? അത് മാത്രം ഒന്ന് നോക്കാം. താത്തു ടെക്നിക്ക് ആ 10 വേർബ്സ് ഏതൊക്കെയായിരുന്നു? 10 വെബ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് റൂഹ്. റോഹ്, റൂഹ്. റോഹ്, ഷൂഫ്, ആ ജീബ്, ഗോൽ, കല്ലം, ഷീൽ, വസൽ, ആറ്റി, തഅഖർ, അകിൽ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് അതെ. നോക്കി. റൂഹ്, ഷൂഫ്, ജിബ്, قل, കലം, ഷീൽ, വസൽ, ആതി, തഅഖർ, അക്കൽ. ഓക്കെ, അപ്പം ഞാൻ ഓഫീസിലേക്ക് പോയി എന്നെങ്ങനെ പറയാം? أنا رحت مكتب. റഹ്തു أنا മക്തബ്. رحت ഓക്കെ. ആ في ഇല്ലേ? അല്ല, അവിടെ ഇല എന്ന് കൊടുക്കണം. ടു എന്നുള്ളതിന് ഇല. ഇല. أنا رحت إلى المكتب. ഇല. ഇല മക്തബ്. ഓക്കെ. നീ ഓഫീസിലേക്ക് പോയോ എങ്ങനെ ചോദിക്കുക? آه رحت في مكتب. അല്ല അല്ല, നീയാണ്. ഇപ്പൊ താത്തു ടെക്നിക്ക് താന്ന ഉപയോഗിക്കുന്നത്. താന്ന. താന്ന് പറഞ്ഞാൽ നീയാണല്ലേ? ആ നീയാണ് നീ. ആ رحت في مكتب. റഹ്ത ഇല മക്തബ്, നീ ഓഫീസിലേക്ക് പോയോ? رحت رحت في ഇല്ല അവിടെ. ഇല്ല, رحت المكتب. ഫി എന്ന് പറഞ്ഞാൽ ഇല്ല, ഇന്ന ആറ്റിനാണ് ഫി ഉപയോഗിക്കുക. ആ ആ ആ ആ ആ അപ്പൊ ആ നീ ഓഫീസിലേക്ക് പോയോ? رحت المكتب. റഹ്തൽ മക്തബ്. അപ്പൊ അതെ, ഞാൻ ഓഫീസിലേക്ക് പോയി. أنا رحت المكتب. ആന റഹ്തൽ മക്തബ്. ഓക്കെ, ഞാൻ പോയിട്ടില്ല നെഗറ്റീവ് ആക്കാൻ എന്താ ഉപയോഗിക്കേണ്ടത്? لا 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 അല്ലല്ല, എങ്ങനെ പറയാ? മാ വേർബിന് മാ ഉപയോഗിക്കും. ആഫ്റ്റർ ആണോ? അല്ല, മുമ്പ്, ബിഫോർ. നമ്മള് പാസ്റ്റിന് നെഗറ്റീവ് ആക്കാൻ മാ മാ. ഉപയോഗിക്കേണ്ടി. ജസ്റ്റ് നീ പോയെന്ന് മാ. വെച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ്. പക്ഷെ ഒരു പാസ്റ്റിന്റെ മുമ്പ് നെഗറ്റീവ് ആക്കണമെങ്കിൽ മാ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോയില്ല, ഇങ്ങനെ പറയാം. ما رحت ما رحت المكتب. മാ റഹ്തൽ മക്തബ്. ഓക്കെ, സെറ്റ്. അടുത്തത് അടുത്ത verb എന്തായിരുന്നു? മഅ എന്ന് പറയുമ്പോ നമ്മുടെ ഇതല്ലേ, ജമ്മാക്കനല്ലേ മഅ, അതല്ലേ പറയുന്നത്? മ അല്ല, വെറും മാ മാത്രം. മാ. വെറും മ. വെറും മ. ആ ആ ആ ഓക്കെ. മാ ആ. റഹ്തൽ എടാ മക്തബ്. എടാ എടാ, കുറച്ച് വോളിയം കുറക്കണേ. तौसीफ तौसीफ, थोड़ा वॉल्यूम कम करेगा, थोड़ा थोड़ा थोड़ा। मुश्किल नहीं, बात करो थोड़ा थोड़ा। ओके ओके ठीक है। മാ റഹ്തുൽ മക്തബ്. ما رحت المكتب, ഞാൻ ഓക്കെ ഓഫീസിലേക്ക് പോയിട്ടില്ല. ഓക്കെ. ഈ രണ്ടാമത്തെ ഷൂ. شوف. അപ്പൊ അപ്പൊ ഞാൻ കണ്ടു എന്നിങ്ങനെ പറയാം. آه انا شفت. അന ഷുഫ്തു, ഞാൻ കണ്ടില്ല. ما شفت. ഓക്കെ, മാ ഷുഫ്തു. ഇനി ഞാൻ നിന്നെ കണ്ടില്ല. ഡാൻസിങ് കൂടെ അതായിരുന്നു ആ നമ്മൾ ആ ആ ആ താത്തു ഒന്നും കൂടെ പറഞ്ഞേ. തൂ ഞാനല്ലേ? തൂ ഞാനാണ്. തൂ ഞാനാണ്. ഓക്കെ. മാ ഷുഫ്ത, ഞാൻ നിന്നെ ഡാൻസിങ് കൂടെ നമ്മൾ പഠിച്ചിരുന്നത് ഏതൊക്കെയായിരുന്നു? ഡാൻസ് കൂടി നമ്മൾ പഠിച്ചത് ഹിയ, അല്ല പിന്നെ ഹു, ഹൂ, ഹാ, ഹ, ഹു, ഹും, കാ, ഇന്ത, ഇന്തി. അല്ലല്ല, കാ, കി. കാക്കിക്കും. അയ്യോ, അയ്യോ. ഈന. ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. ഹൂ, ഹാ, ഹും, കാ, കി, കും, ഈന. ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. ഉം,
1 second. അത് ഞാൻ ഒന്ന് എടുക്കട്ടെ. അത് ഓക്കെ ഓക്കെ ഹു എടുത്തു ഹ ഹും. ഹു അയവ അവന്റെ, ഹ അവളുടെ. ഓക്കെ. ഹും അവരുടെ. ഓക്കെ. ആ ക എന്ന് പറയുമ്പോ നിന്റേതാ വരും അല്ലെ? ആയിക്കോ അതെ നിന്റെ ഫീമെയിൽ വരും. കും എന്ന് പറയുമ്പം നിങ്ങളുടെ. ഓക്കെ. ഓക്കെ പിന്നെ യ യ അല്ലേ വരിക? ഈ ഈ ഈ എന്റെ ഈ എന്റെ. ഓക്കെ. ഈ എന്റെ. ന ഈ എന്റെ ഞങ്ങളുടെ. ഓക്കെ. ഓക്കെ ഓക്കെ. അതാണ് താത്തു ടെക്നിക്ക് എന്ന് പറഞ്ഞാല്. അപ്പം അല്ല ഫസ്റ്റ് നമ്മള് പ്രൊനൗൺസ് പഠിച്ച് എന്തൊക്കെയാണ് ഹു ഹി ഹും എൻത എൻതി എന്തും അന അഹന അഹ്ലൻ മുനീർ അഹ്ലൻ അഹ്ലൻ സഹലൻ ഇയാക്കുമുള്ള. ഹു എന്ന് പറയുമ്പം അവനല്ലേ വരിക? ഹു അതെ ഹു ഹി അവൾ, ഹും അവര്. അതെ പിന്നെ അന്ത അന്തി അന്തും എന്ന് പറയുമ്പോ അന്ത എന്ന് പറയുമ്പോ നീ അല്ലേ വരിക? അൻതനി എന്തി ഫീമെയിൽ അന്തി ഇൻതി ഇൻതി എന്ന് പറയുമ്പോ ഫീമെയില്. ഇൻതും എന്ന് പറയുമ്പം നിങ്ങൾ 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 നിങ്ങൾ. അന ഞാൻ അത് ഫീമെയില് നിങ്ങൾ വരുമ്പോഴാണ് ഇൻതും വരിക അല്ലെ? അതെ എന്തും അല്ല, അത് മെയിലാവുമ്പോ ഹും അല്ലേ വരിക? ഇത് മാത്രം ശ്രദ്ധിച്ചേ. ഹു അവൻ, ഹി അവൾ, ഹും അവർ. ഇൻതനി എന്തി ഫീമെയിൽ ഫീമെയിൽ എന്തി. എന്തും നിങ്ങൾ, അന ഞാൻ, അഹ്ന നമ്മൾ. അതാണ് പ്രൊനൗൺസ്. മുനീർ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ലേ? വോയിസ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതാണ് പ്രൊനൗൺസ്. രണ്ടാമത്തെ ക്ലാസ് എന്തായിരുന്നു? ഡാൻസിങ് വേർഡ്. അവന്റെ, അവളുടെ, അവരുടെ എന്നൊക്കെ പറയാൻ വേണ്ടി ഹു ഹ ക കി കും ഈ ന. ഓക്കെ ഒന്ന് പറഞ്ഞാണി. സോറി ഒന്ന് പറഞ്ഞു. ഹു ഹ ഹും ക കി കും പിന്നെ ഈ ന. ഓക്കെ ഓക്കെ. മുനീർ നിങ്ങൾ ഫസ്റ്റത്തെ പ്രൊനൗൺസ് പഠിച്ചിരുന്നോ? ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഏതാ? ഹാ ഹി ഹു അതാണോ? അല്ല, ഫസ്റ്റത്തെ പ്രൊനൗൺസ്. അവൻ, അവൾ. അന്ത അതാണോ? ഹു ഹി ഹും ഇന്ത ഇന്ത ഇന്തി ഇന്തും ഇന്തും അന അന ഇഹ്ന അന അഹ്ന. ഓക്കെ അന അഹ്ന. ഓക്കെ അന അഹ്ന. രണ്ടാമത്തെ ക്ലാസ് എന്താണ് മുനീർ? ഒന്ന് പറയും രണ്ടാമത്തെ ഡാൻസിങ് വേർഡ്. ഹ ഹി ഹു അല്ല ഹു ഹാ ഹു ഹാ ഹും ഹു ഹാ ഹും അയവ ക കി കും ഓക്കെ ഹെ പിന്നെ ഏ ഈന. ഓക്കെ ഓക്കെ ഈന. അത് നമ്മൾ മനസ്സിൽ എപ്പോഴും വേണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് ക്ലാസ്. അപ്പൊ ഞാനിപ്പോ ഒരു ഇതിലെ അയച്ചില്ല. മുന്നേ നിങ്ങൾ അയച്ചത് കണ്ടോ? ഓക്കെ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ ഹലോ, ചോദിച്ചോട്ടെ? ഓക്കെ. ഈ അനയിലുള്ള നായും ഈ ഇതിലുള്ള ഇപ്പൊ ഈ ഡാൻസിംഗ് വേർഡിൽ നമ്മളൊരു നാ പറഞ്ഞല്ലോ, അതിൽ ഞങ്ങൾ ഇടുന്നില്ല കാണിക്കുന്നേ? അതെ, അതില് അഹ്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ്. ഇതിൽ വെറും നാന്നുള്ളൂ. ഇത് എപ്പോഴാണ് ഈ നാ നമ്മൾ എവിടെ ഉപയോഗിക്കാം? നമ്മൾ ഒരു നൗണ് കിട്ടി നമുക്ക്. ഇസ്മ പേര്, ഇസ്മുഹു അവന്റെ പേര്, ഇസ്മുഹ അവളുടെ പേര്. ഡാൻസ് വേർഡ് ഇസ്മുഹും അവരുടെ പേര്. ഇസ്മക് നിന്റെ പേര്. ഇസ്മക് ഹബീബി എന്താ നിന്റെ പേര്? ഇസ്മക് ഹബീബി. എന്നും ഉപയോഗിക്കാം. അപ്പൊ എന്റെ പേര് ഇസ്മി, ഇസ്മി എന്റെ പേര്. ബലദി എന്റെ നാട്. പിന്നെ കീ പറയോ ഒന്ന്? കീ അത് ഫീമെയിൽ ആണ്. ഫീമെയിൽ. അപ്പൊ അവിടെ എങ്ങനെയാ വരിക? ഷുസ്മുക്കി വരോ? ഷുസ്മിക്കി വരും അല്ലെ? ഷുസ്മിക്കി. ഓക്കെ. എനിക്ക് നാ എവിടെ ഉപയോഗിക്കുന്ന അതാണ് എനിക്കൊരു ഇത്. ഞാൻ ഉപയോഗിക്കുന്ന നമ്മൾ. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം, അതൊന്ന് മനസ്സിലായിക്കോളും. അതാ ഇതിന് ഞാൻ മുമ്പ് അയച്ചതില്ല. മുമ്പത്തെ ക്ലാസ്സിൽ അയച്ചു തന്നിരുന്നത് ജസ്റ്റ് നോക്കിയാൽ മതി. താത്തു ടെക്നിക്ക് പാസ്റ്റ് ടെൻസ് ആണോ? താത്തു ടെക്നിക്ക് പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ മറ്റേത് അയച്ചു തരുന്നല്ലോ, ഡാൻസിങ് വേർഡ്. അതൊന്ന് ജസ്റ്റ് കൂടി അങ്ങനെ അയച്ചുതരാം.
ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി, നല്ല സിമ്പിൾ ആയിട്ട് കേട്ടോ. അപ്പൊ ഈ ഡാൻസിംഗ് വേർഡ് എവിടെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ ശേഷം ക്ലാസ്സിന്റെ ശേഷം ഒന്ന് സെറ്റാക്കി തരട്ടെ. ഡാൻസിംഗ് വേർഡ് ഓക്കെ ഒരു നൗണിന്റെ ശേഷമാണ്. ഒരു ഉദാഹരണത്തിന് എന്റെ പേര് ഷാഫി, ഇസ്മി ഷാഫി, എന്റെ പേര് ഷാഫിയാണ്. ഇസ്മുഹു അവന്റെ പേര്, ഇസ്മുഹ അവളുടെ പേര്, ഇസ്മു അവന്റെ പേര്, ഇസ്മക് നിന്റെ പേര്, ഇസ്മക്കും നിങ്ങളുടെ പേര്, ഇസ്മി എന്റെ പേര്, ഇസ്മന നമ്മുടെ പേര്. മക്തബുഹു അവന്റെ വീട്, അവന്റെ ഓഫീസ്. മക്തബഹ അവളുടെ ഓഫീസ്. മക്തബുഹും അവരുടെ ഓഫീസ്. മക്തബക് വെയിൻ മക്തബക് എവിടെ നിന്റെ ഓഫീസ്. വെയിൻ മഹല്ലക് എവിടെ നിന്റെ ഷോപ്പ്. മഹല്ലറ ഷോപ്പ്, മക്തബറ ഓഫീസ്. അപ്പൊ മക്തബക് നിന്റെ ഓഫീസ്. അപ്പൊ മക്തബി എന്റെ ഓഫീസ്. മനസ്സിലായോ? അപ്പൊ നമ്മള് ഫീമെയിലോട് ചോദിക്കുമ്പോ വെൻ മക്തബ് കി മക്തബ് കി അങ്ങനെ പറയാം. അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്ത് വെയിൻ മക്തബക്കും, വെയിൻ മക്തബക്കും എവിടെ നിങ്ങൾ, അതായിരിക്കും ബെസ്റ്റ്. അതാ ബെസ്റ്റ്. അത് അവരെ നമ്മൾ പോയി റെസ്പെക്ട് ചെയ്ത് ചോദിക്കാം. അപ്പൊ മുനീർ, എന്റെ പേര് മുനീർ എന്ന് പറയാ. ഇസ്മി മുനീർ. ഇസ്മി മുനീർ. എന്റെ വീട് മലപ്പുറത്താണ്, അല്ലെങ്കിൽ എന്റെ വീട് കേരളത്തിലാണ്. എങ്ങനെ പറയാം? നിങ്ങൾ ബൈത്തി ഫിൽ കേരള. ബൈത്തി ഫി കേരള. ഇനി സാലേ ഇങ്ങനെ പറയാം, എന്റെ പേര് സാലിഹാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാനിപ്പോ താമസിക്കുന്നത് UAE-യിലാണ് എന്നെങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞു നോക്കി. ഇസ്മി സാലിഹ് മുഹമ്മദ് സാലിഹ്. ഓക്കെ. അന മിനൽ ഹിന്ദ്. അയ്വ. ഓക്കെ. പിന്നെന്താ പറഞ്ഞ മലയാളം വീട്? ഞാൻ താമസിക്കുന്നത് UAE-യിലാണ്. അന അൽഹീൻ ഫി കുവൈത്ത്. UAE അല്ല. അന അൽഹീൻ ഫി കുവൈത്ത് ആണ്. ഞാൻ ഇപ്പോ കുവൈത്തിലാണ്. അപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് സാക്കിൻ. അന സാക്കിൻ ഫി കുവൈത്ത്. അന സാക്കിൻ ഫി കുവൈത്ത്. അന അൽഹീൻ ഞാനിപ്പോ ഓഫീസിൽ തന്നെ പറയാം. അല്ല, അപ്പൊ അവിടെ അൽഹീൻ ഉപയോഗിക്കൂല, അൽഹീൻ സാക്കിൻ ഉപയോഗിക്കൂല. പ്രശ്നമില്ല. എപ്പോഴാണ് ഇപ്പോൾ എന്ന് പറയുന്നതിന് നമ്മൾ അൽഹീൻ തന്നെ ഉപയോഗിക്കുള്ളൂ. അൽഹീൻ അന അൽഹീൻ ഫിൽ കുവൈത്ത്, ഞാനിപ്പോ കുവൈത്തിലാണ്. ഈ സാക്കിൻ ഉപയോഗിക്കുന്ന സമയത്ത് ഈ അൽഹീൻ ഉപയോഗിക്കുമെന്ന് ചോദിക്കുന്നത്. പറ്റും. അൽഹീൻ സാക്കിൻ, അന അൽഹീൻ സാക്കിൻ ഫിൽ ഇമാറാത്ത്, അന അൽഹീൻ സാക്കിൻ ഫി കുവൈത്ത്. ഓക്കേ. അന അൽഹീൻ സാക്കിൻ ഫി കുവൈത്ത് അങ്ങനെ ഉപയോഗിക്കും അല്ലേ? ഓക്കേ. മുനീർ, വെയിൻ എന്ത് സാക്കിൻ, നിങ്ങൾ അവിടെ താമസിക്കുന്നത്, അതിനെന്താ മറുപടി കൊടുക്കുക? അന സാക്കിനു ഫി ഖാഹിറ, ഫിൽ ഖാഹിറ. അയ്യോ, അന സാക്കിൻ ഫിൽ ഖാഹിറ, അന സാക്കിൻ ഫിൽ ഖാഹിറ, ഞാൻ ഖാഹിറയിലാണ്, മിസ്റിലാണ് താമസിക്കുന്നത്. ഓക്കെ. അതെ. ഇനി ഞാൻ കുറച്ച് വേർബ്സ് തന്നില്ലേ? സാക്കിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി. സാക്കിൻ എനിക്ക് ടെക്സ്റ്റ് ഇട്ടാൻ പറ്റോ? സാക്കിന് തന്നാല്. ഓക്കെ. സാക്കിൻ, സാക്കിൻ. സാക്കിൻ മീനിങ് സാക്കിൻ നൗ, താമസിക്കുന്നത് അല്ലേ? ലിവിംഗ്, ലിവിംഗ്. ഓക്കെ. നൗ എന്നുള്ളതിന് അൽഹീൻ, അൽഹീൻ. അതറിയാം, അതെന്റെ അടുത്ത് ഷോക്ക് ആയിരുന്നു. അൽഹീൻ. ഇനി ഞാൻ അയച്ചെന്ന മുനീർ, ഞാൻ അയച്ചു തന്നില്ലേ താത്തു ടെക്നിക്കും, അത് മനസ്സിലായോ? ഏതാണ് താത്തു എന്ന് പറഞ്ഞാല്? നമ്മളെ ജിബല പറഞ്ഞിട്ടില്ല, അതെന്ന് തോന്നുന്നു. ഇതാ ഇപ്പൊ ഞാൻ ജസ്റ്റ് അയച്ചു തന്നില്ലേ? അൽഹീനാണോ? അതല്ല, ഇപ്പൊ ഞാൻ അയച്ചു താത്തു ടെക്നിക്ക്. ഓക്കെ. അതൊന്നും ജസ്റ്റ് കോൺജുഗേറ്റ് ചെയ്താണ്. എങ്ങനെ? അതൊന്ന് ജസ്റ്റ് കോൺജുഗേറ്റ് ചെയ്താൽ താന്ന് ചേർത്തി കഴിഞ്ഞാൽ നീ ആയിരിക്കും, തൂ ചേർത്തി കഴിഞ്ഞാൽ ഞാനായിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കോൺജുഗേറ്റ്. റൂഹ്
പോവുക. അപ്പൊ റൊഹ്ത നീ പോയി, റൊഹ്തു ഞാൻ പോയി. ഷുഫ്ത ഷൂഫ് പറഞ്ഞ കാണുക, ഷുഫ്ത നീ കണ്ടു, ഷുഫ്തു ഞാൻ കണ്ടു. ജിബ്ത നീ കൊണ്ടുവന്നു, അന ജിബ്തു ഞാൻ കൊണ്ടുവന്നു. ഗിൽത്ത നീ പറഞ്ഞു, അന ഗുൽത്തു ഞാൻ പറഞ്ഞു. കെല്ലം സംസാരിച്ചു, കെല്ലംത നീ സംസാരിച്ചു, ഓക്കെ. കെല്ലംതു ഞാൻ സംസാരിച്ചു. ഷിൽത്ത നീ എടുത്തു, ഷിൽത്തു ഞാൻ എടുത്തു. വസൽത്ത നീ എത്തി, വസൽത്തു ഞാൻ എത്തി. ഓക്കെ. 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 ഞാൻ അതൊന്ന് ആത്തീത്തു ആത്തീത്ത. അതൊന്ന് ജസ്റ്റ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്ത് പറഞ്ഞാടി. ആത്തി ഏതാ മൊത്തത്തിലാ? ആ റോ 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 ഞാൻ പോയി എങ്ങനെ പറയാ? റൊഹ്തു. അന റൊഹ്തു. റൊഹ്തു. ഞാൻ അടുത്തത് ഞാൻ കണ്ടു. അന ഷിഫ്തു. അയ്വ ഞാൻ സംസാരിച്ചു. അന കുൽത്തു. അന കല്ലംതു. അനക്കെല്ലംതു. അനഗിൽത്തു ഞാൻ പറഞ്ഞു. ഓക്കെ. ഞാൻ എടുത്തു. അന ആത്തീത്തു. അനശിൽത്തു. അനശിൽത്തു. ഷിൽത്തു. അനശിൽത്തു ഞാൻ എത്തി. അന വസ്സൽത്ത്. അന വസ്സൽത്ത്. വസ്സൽത്തു. ഓക്കെ. അന വസ്സൽത്തു. ഓക്കെ. നീ സാലിഹ് ഞാൻ നൽകിയില്ല എങ്ങനെ പറയും? ഞാൻ നൽകിയില്ല. ഞാൻ നൽകിയില്ല എന്നെങ്ങനെ പറയാം? ഞാൻ മൈക്കോൺ ആക്കിയില്ല, മൈക്കോൺ ആക്കിയില്ല. ഓക്കെ. മൈക്ക് ഓഫായി പോയതാ. ഒന്ന് പറഞ്ഞോക്കി. അതിന്റെ മലയാളം വേർഡ് ഈ നൽകിയില്ല എന്ന് പറയാന്നുള്ളതിന്റെ മലയാളം വേർഡ് എന്താണ്? നൽകിയില്ല, തരിക എന്നല്ലേ? ആറ്റി. ആറ്റി നൽകി, നൽകുക എന്നതിനൊക്കെ ആറ്റി എന്നാ പറയാം. ആറ്റി. ആറ്റി. അപ്പൊ എന്താ പറയണ്ടേ? ഞാൻ നൽകി എന്നെങ്ങനെ പറയാം? ഞാൻ നൽകി എന്നാണോ? അനാറ്റി. അല്ലേ? അല്ല നൽകി എങ്ങനെ പറയാ? നൽകി എന്ന് പറയുമ്പം അനാറ്റി എന്ന് പറയും. അല്ല, ആത്തീത്ത. ഞാൻ നൽകി. ആത്തീത്താന്നല്ലേ? ഓക്കെ. അയിനാണല്ലേ? ഞാൻ നൽകി. അയിനാണോ ആത്തീത്താണോ വരിക? അറബിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞോ അതില്. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. പറഞ്ഞാൽ മതി. എന്ന് പറയുമ്പം അല്ലേ? അപ്പൊ നീ നൽകിയാന്ന് അങ്ങനെ ചോദിക്കുക. നീ നൽകിയോ? ഞാൻ നൽകിയില്ല. ഞാൻ മായാന്നല്ലോ, ഇല്ല എന്നല്ലേ പറയുമ്പോൾ അല്ലേ? ഞാൻ വൈകി എന്നെങ്ങനെ പറയാ? ഞാൻ വൈകി. أنا أتأخر. أنا تأخرت. أنا تأخرت. ഞാൻ വൈകി. أنا تأخرت. أنا تأخرت. أيوة أنا تأخرت. ഞാൻ വൈകി. ഞാൻ വൈകിയില്ല. أنا ما تأخرت. أنا ما تأخرت. ഞാൻ വൈകിയില്ല. أنا ما تأخرت. അപ്പോൾ ഞാൻ ഇന്ന് വൈകിയില്ല എന്ന് പറയാം. എങ്ങനെ? ഞാൻ ഇന്ന് വൈകിയില്ല. ഞാൻ ഇന്ന് വൈകിയില്ല.
انا الحين ما اتاخرت. انا ما تاخرت اليوم، انا ما تاخرت. انا ما تاخرت اليوم. اوكي انا ما انا ما تاخرت. اتاخرت اليوم. انا ما تاخرت اليوم ഞാൻ ഇന്ന് انا ما വൈകില്ല. اتاخرت اليوم. انا ഓക്കെ ما اتاخرت اليوم. اوكي انا ما اتاخرت ഓക്കെ ക്ലിയർ. اليوم. ആ മനസ്സിലായോ ഇത് എന്താണ് പാസ്റ്റ് എങ്ങനെ ആക്കേണ്ടത്, താത്തു ടെക്നിക്ക് എങ്ങനെ ഓ വരുന്നത്? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഓ ഞാൻ മനസ്സിലായി. ഞാൻ അവനോട് സംസാരിച്ചു എങ്ങനെ പറയാം? സംസാരിക്കുക. പുല്ലല്ലേ അല്ല അല്ല, സംസാരിക്കുക എന്ന് പറഞ്ഞാ? കെല്ലം 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 കെല്ലം. ആ കല്ലാം. ഓക്കെ. ആ അന കല്ലം അല്ല കല്ലം തു. هو പറഞ്ഞോളി. അന കെല്ലം തുഹു. انا كلمته. ആ ايوه ايوه. കല്ലം തു. അന കെല്ലം തുഹു, ഞാൻ അവനോട് സംസാരിച്ചു. ഇവിടൊക്കെ ആ ഡാൻസിങ് വേർഡ് ഉണ്ടല്ലോ, ഡാൻസിങ് വേർഡ് ചേർക്കുമ്പോൾ നല്ല മനസ്സിലാക്കണം. ഹു ഹ ഹു انا ഹ. എന്താണ്? انا كلمت എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു എന്നല്ലേ വരിക? അല്ല, അന കെല്ലം തുഹു, ആ ഡാൻസിങ് വേർഡ് ഉണ്ടോ കണക്ട് ചെയ്യുന്നത്? കെല്ലം തുഹു ഹബീബി, അന കെല്ലം തുഹു, ഞാനോട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് മാ കെല്ലം തുഹു, നീ അവനോട് സംസാരിച്ചില്ലേ? എന്ത് മാ കെല്ലം തുഹു, നീ അവനോട് സംസാരിച്ചില്ലേ? അയ്യോ അന കെല്ലം തുഹു. انت ما كلمت. ايوه ايوه. അന മാ കെല്ലം തുഹു, ഞാൻ അവനോട് സംസാരിച്ചില്ല. നീ ما അവനോട് كلمت. നീ അവനോട് പറഞ്ഞോ? എന്ത് ഗിൽത്തഹു, നീ അവനോട് പറഞ്ഞോ? അന മാ ഗിൽത്തഹു, ഞാൻ അവനോട് പറഞ്ഞില്ല. കണ്ടോ കണ്ടോ? മുനീർ, നീ ഓഫീസിലേക്ക് ഇന്ന് പോയോ എന്നങ്ങനെ ചോദിക്കാം. മുനീർ, ആ നിങ്ങളിന്ന് ഓഫീസിലേക്ക് പോയോ ഇങ്ങനെ ചോദിക്കുക. എന്താണ് انت رحت للمكتب اليوم. ആ റുഹത്ത. ഓക്കെ ഓക്കെ. അതൊന്ന് പറഞ്ഞു. ഇന്റെ എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ എന്താ? انت رحت للمكتب اليوم. انت رحت للمكتب പ്രശ്നമാണല്ലേ? انت رحت مكتب اليوم. رحت الى المكتب اليوم. انت رحت الى المكتب اليوم. എനിക്ക് ആ താത്തൂലാണ് ഇടയ്ക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇല്ല, അപ്പൊ അങ്ങോട്ട് റെഡിയാവല്ലേ? ഇന്ത എന്ന് പറഞ്ഞാൽ നീയാണ്. താ നമ്മൾ നീ, ഇന്ത നീ, നീ ത ഇന്ത നീ, അതാ റഹ്ത നീ പോയോ. ജിബ്ത അതല്ല, നിങ്ങൾ ഈ സെന്റൻസ് പറയുന്ന സമയത്തെ കൺഫ്യൂസ് ആവുന്നില്ലോ? അല്ല ഞാൻ അതിന്റെ എക്സാമ്പിൾസ് ഞാൻ അയച്ചിരും. അത് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് അയച്ചതാണ്. ഞാൻ പോയി, ഞാൻ വന്നു, ഞാൻ എടുത്തു, ഞാൻ സംസാരിച്ചു, ഞാൻ അവരോട് സംസാരിച്ചു. അതിനുശേഷം ഡാൻസിങ് ബോർഡും ചേർത്തി കഴിഞ്ഞാൽ സിമ്പിളായി, അത്ര വലിയ ടഫ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ഞാൻ ഭക്ഷണം കഴിച്ചു. മുനീർ എങ്ങനെ പറയാം? ഞാൻ ഭക്ഷണം കഴിച്ചു. അക്കൽ കൊടുത്തിട്ട് ഞാൻ കഴിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയാ? ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയാ? ഫുത്തൂർ. ഫുത്തൂർ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുത്തൂർ ബ്രേക്ക്ഫാസ്റ്റ്. അന അക്കൽത്ത് ഫുത്തൂർ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അന മാ അക്കൽത്ത് ഫുത്തൂർ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. മനസ്സിലായോ? ഫുത്തൂർ ബായാണോ ഫായാണോ? ഓക്കെ. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അന മാ അക്കൽത്ത് ഫുത്തൂർ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇത് മനസ്സിലായോ എങ്ങനെയായിരുന്നു പാസ്റ്റ് വരുന്നത്? താത്തു ടെക്നിക്ക്. ഇനി ഞാൻ കുറച്ച് വേർബ്സ് കൂടി അയച്ചു, എന്നിട്ട് അത് എന്ത് ചെയ്യാം, അത് പാസ്റ്റ് ആക്കിയിട്ട് അയച്ചു തന്നാ മതി. ഇത് ഓക്കെ അല്ലേ സോനെ? ഈ ഡാൻസിങ് വേർഡ് ചേർക്കുമ്പോ കറക്റ്റ് ആയി മനസ്സിലാവല്ലേ? ഓക്കെ ആണ്, കുഴപ്പമില്ല. നമുക്ക് പറഞ്ഞു ശീലിക്കാത്തോണ്ട് ഇനി ഞാൻ അതിന്റെ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ഇത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഞാൻ വാട്സപ്പിലേക്ക് അയക്കാം. എന്നിട്ട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാതെ അതിന് റീപ്ലൈ തന്നാൽ മതി. ഒരു 10 ദിവസം എങ്ങനെ ഉണ്ടാക്കേണ്ടത്
ഇപ്പൊ താത്തു ടെക്നിക്ക് ആവുമ്പോ ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. താ എന്ന് പറഞ്ഞാൽ നീയാണ്. എന്ത എന്ത റഹ്ത നീ പോയി, ഷിൽത്ത നീ എടുത്തു, ജിബ്ത നീ കൊണ്ടുവന്നു. അത് ആദ്യം ഈ വേർബൊക്കെ നമ്മൾ ബൈഹാർട്ടാക്കണം, മനപ്പാടാക്കണം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പൊ തൂ എന്നാവുമ്പോ ഞാനാണ്. തൂ അല്ലേ? ഞാൻ പോയി, ഗിൽത്തു ഞാൻ പറഞ്ഞു, കെല്ലംതു ഞാൻ സംസാരിച്ചു, ഷിൽത്തു ഞാൻ എടുത്തു, അക്കൽത്തു ഞാൻ ഭക്ഷണം കഴിച്ചു. ഓക്കെ 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 ഇൻതയിലേക്ക് കണക്ട് ആക്കിയാൽ താ കിട്ടും അല്ലെ? അതെ അതെ അതെ, അത് ഓക്കെ, നോക്കിയാൽ മതി. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, പറഞ്ഞ് ശീലിക്കുമ്പോ റെഡിയാവും അത്. ഇത് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ കുറച്ച് വേർഡ്സ്, കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഞാൻ അയച്ചു തരാം. അത് പ്രാക്ടീസ് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഓൺലൈനായിട്ടാ അല്ല പയ്യ കുറച്ച് അയക്കാനാ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു തരും. എന്നിട്ട് അത് വാട്സപ്പിൽ വോയിസ് റെക്കോർഡ് ആക്കി എനിക്ക് അയച്ചാൽ മതി ഇതിന്റെ. ഓക്കെ ഓക്കെ ഷുവർ ഓക്കെ ഓക്കെ. ഈ ഇതിന്റെ ക്ലാസ് ഓക്കെ അല്ലേ? ഈ താത്തു ടെക്നിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ 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 ഓക്കെ, ഇൻഷാല്ലാ. ഇല്ലില്ല, നമുക്ക് ആ സ്പീക്കിങ്ങിന് ഇങ്ങനത്തെ കുറച്ച് ഹോംവർക്ക് പോലത്തെ തരാണെങ്കിൽ. അതെ അതെ, ഞാൻ അയക്കുന്നില്ല. നമുക്ക് ഹോംവർക്ക് പോലെ തരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിപ്പോ ഓക്കെയാണ്, അങ്ങനല്ല. എന്നാലും എനിക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇൻഷാല്ലാ ഞാൻ അയച്ചു. അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. അതെ, അറബി ക്ലാസ് എത്ര? 1,900. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. ഇല്ലില്ല, മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ശുക്രൻ.